ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ മതവും ജാതിയും നിർണായക സ്വാധീനമായി മാറുമോ? ഇത്തവണത്തെ ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ജാതിയല്ല മതമാണ് പ്രധാനമായിട്ടും. മതപരമായ ചില കൺസേൺസ് മുന്നിൽ നിൽക്കുന്നുണ്ട്. ജാതി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈ ജാതി ഏതാണ്? ഹിന്ദുമതത്തിനകത്തെ കമ്മ്യൂണിറ്റീസിനാണല്ലോ നമ്മൾ ഈ ജാതി എന്ന് പറയുന്നത്. എനിക്ക് അത് തോന്നുന്നില്ല. അതായത് ജാതിപരമായ കൺസേൺസ് ഇത്തവണ ഇലക്ഷൻ എത്ര ബാധിക്കും എന്നുള്ളതിനകത്ത് എനിക്ക് വലിയ ആശങ്കയൊന്നും തോന്നുന്നില്ല. കാരണം ഇത്തവണത്തെ ഇലക്ഷനിൽ ജാതിയോ സംവരണമോ ഒന്നും ചർച്ചയായിട്ടില്ല. നമ്മൾ സാധാരണ ഇതുവരെ ഇലക്ഷനിൽ ജാതി വിഷയമാണെങ്കിൽ ഒരു പ്രത്യേക ജാതിക്കാർക്കെതിരായുള്ള ചില പരാമർശങ്ങൾ വരികയോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ആക്ടിനോ റൂളിനോ എതിരായിട്ടുള്ള സംഭവങ്ങൾ വരികയോ അല്ലെങ്കിൽ സംവരണ വിഷയം ആരെങ്കിലും പൊക്കിക്കൊണ്ടുവരികയോ ചെയ്യുമ്പോഴാണ് അടിസ്ഥാനപരമായിട്ട് ഈ ജാതി ചർച്ച തന്നെ. അപ്പം നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ ജനറൽ കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ തന്നെ എല്ലാ ജാതിക്കാരും നിൽക്കുന്നത് അല്ലേ? അപ്പം പൊതുവിൽ ഹിന്ദുക്കൾക്കിടയിൽ ഒരു അകൽച്ച ഉണ്ടാക്കേണ്ട സാധനമാണ് ഈ ജാതി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഘടകം അവിടെ വ്യക്തമല്ല. അതായത് ജാതീയമായിട്ടുള്ള സ്വാർത്ഥ അകലം ഉണ്ടാക്കാൻ പാകത്തുള്ള സംഭവങ്ങൾ ഈ ഇലക്ഷൻ അങ്ങനെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനൊരു കാര്യമായിട്ട് അങ്ങനെ കാണുന്നില്ല എന്ന് വേണം പറയാം. പിന്നെ എല്ലാവരും ചില ജാതി ഇക്വേഷൻസ് കീപ്പ് ചെയ്യാറുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാതീയമായിട്ട് ചില ചില ഏരിയാസിൽ ചിലത്. പക്ഷെ മതം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഇലക്ഷന് ചർച്ചയായിട്ട് വരുന്നു. ഒന്നാമത് കുറച്ചുനാൾ മുമ്പ് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞായിരുന്നു മതമാണ് 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 പ്രശ്നം അല്ലേ? അപ്പം ആ ഒരു ചർച്ച അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവന കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കുമ്പം എനിക്ക് ദിവസം 1-2 വാട്സാപ്പ് മെസ്സേജ് എങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ട്, വല്ല വീഡിയോ ഒക്കെ കിട്ടുന്നുണ്ട്. എല്ലാത്തിലും ആ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു പ്രസംഗം മതമാണ് പ്രശ്നം എന്ന് പറയുന്നതും മതമായിട്ട് ബന്ധപ്പെട്ട പല പല മൂവ്മെന്റുകളും പല പല രാഷ്ട്രീയ നീക്കങ്ങളും ജനങ്ങൾ ചർച്ചകളായിട്ട് മുന്നിൽ കൊണ്ടുവരണം. പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരെ അത്തരം പ്രസ്താവനകളെ സംബന്ധിച്ചുള്ള ടെസ്റ്റുകൾ അയച്ചിരുന്നു, വീഡിയോസ് അയച്ചിരുന്നു. ഇങ്ങനെ കാണുന്നു. അതായത് ജാതി മത പ്രശ്നങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ജാതി പ്രശ്നം ഞാൻ കാര്യമായിട്ടൊന്നും കാണുന്നില്ല, പക്ഷെ മതപ്രശ്നം കാണുന്നുണ്ട്. അതൊരു കൺസേണാണ്. അപ്പം മതങ്ങളെ ഇവിടെ പ്രധാനമായിട്ട് 3 മതങ്ങളാണല്ലോ, അത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം. ഈ 3 പേർക്കും കൺസേൺസ് ഉണ്ടാകുന്ന വിഷയങ്ങൾ ഇവിടെയുണ്ട്. ഇതാണ് വാസ്തവം. ഇപ്പൊ ഹിന്ദുക്കളെ സംബന്ധിച്ച് ശബരിമല വിഷയം ഒരു വലിയ വിഷയമാണ്. അപ്പം ശബരിമല ഇടയ്ക്ക് ചർച്ചയായി, ഇല്ലാന്നല്ല. പക്ഷെ അതിനു മുമ്പ് 2024 ലോക്സഭാ ഇലക്ഷൻ സമയത്ത് എന്ത് സംഭവിച്ചു ഒരു ചോദ്യമുണ്ട്. 2024 ലോക്സഭാ ഇലക്ഷൻ സമയത്ത് കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ എന്നറിയപ്പെടുന്നതിലെ പ്രധാനപ്പെട്ട വോട്ടുകാരുടെ മുസ്ലിം വോട്ടുകൾ കംപ്ലീറ്റും പോയത് UDF-ലേക്കാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോക്സഭാ ഇലക്ഷനും 2 കൊല്ലം മുമ്പ് നടന്ന കർണാടക നിയമസഭാ ഇലക്ഷൻ ആണ് അതിന് കാരണം. കർണാടകത്തിൽ നിയമസഭാ ഇലക്ഷൻ നടന്നു. ആ സമയത്ത് ജനതാദളിലും അതുപോലെ കോൺഗ്രസുമായിട്ട് പിരിഞ്ഞു നിന്നിരുന്ന മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചു കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു. അതിന്റെ ഫലമായിട്ട് BJP-ക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. അല്ലെങ്കിൽ BJP-യും ജനതാദളും കൂടെ ചേർന്നാൽ പോലുമില്ല, കോൺഗ്രസ് ഒറ്റയ്ക്ക് കേരള ഭൂരിപക്ഷം നേടി കർണാടകം ഭരിച്ചു. ഇതൊരു മാതൃകയാക്കി എടുക്കാൻ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലെ വിവിധ ന്യൂനപക്ഷ സമൂഹങ്ങളോട് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനം അവർ നടത്തിയിട്ടുണ്ടാവണം. അങ്ങനെ പൊതുവായ മുസ്ലിം വോട്ട് ഏകീകരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായി. അപ്പോൾ അത്തരം പല കാര്യങ്ങളും കൂടി ചേർന്നിട്ടായിരിക്കാം BJP-ക്ക് ഏതാണ്ട് 63 സീറ്റുകൾ നഷ്ടപ്പെടുകയത് ലോക്സഭാ ഇലക്ഷനിൽ. പക്ഷെ BJP ഭരിച്ചു, കാരണം NDA അധികാരത്തിൽ വന്നു. കേവല ഭൂരിപക്ഷം NDA-ക്ക് ഉണ്ട്. അതുകൊണ്ട് BJP-ക്ക് സ്വന്തമായിട്ട് കിട്ടിയില്ലെന്നേ ഉള്ളൂ, NDA മുന്നണിക്ക് കിട്ടി. അപ്പോൾ BJP അധികാരത്തിൽ വന്നു. പക്ഷെ അന്ന് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ തോന്നിയ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ജൂലൈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, സംഭവിക്കാൻ പോകുന്നത് ഒരു മുസ്ലിം യൂണിഫിക്കേഷൻ അല്ലെങ്കിൽ പോളറൈസേഷൻ സംഭവിക്കാൻ, അത് UDF-ന് അനുകൂലമായിട്ട് സംഭവിക്കാനുള്ള സാധ്യത. അങ്ങനെ വന്നാൽ ഇത് NDF ഇതിൽ കൺസേൺ ആവും. NDF-ന് ആ വോട്ടുകൾ നഷ്ടപ്പെടും. മുമ്പ് LDF-ന് ഈ വോട്ടുകൾ കാര്യമായിട്ട് ഇവിടെ കിട്ടിയിരുന്നതാണ്. ധാരാളം മുസ്ലിം വോട്ടുകൾ അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് അവർ മാറുന്നു എന്നൊരു വിഷയം വരികയാണ്. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അതിന് ചില ഹിന്ദു പ്രീണന നയങ്ങളിലേക്ക് പോകേണ്ടി വരും. അവർ പ്രീണന നയത്തിലേക്ക് പോയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, പോയി എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട്, കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് ശബരിമല വിഷയത്തിൽ വന്ന മാറ്റങ്ങൾ നോക്കൂ. സംസ്ഥാന സർക്കാരിന്റെ പോളിസി എങ്ങോട്ടൊക്കെയാണ് മാറിയത്? ശബരിമല ഇപ്പൊ ആചാരം നിലനിർത്തണമെന്ന് പിണറായി സർക്കാർ പറയുന്നു. ആലോചിച്ച് നോക്കുക, ശബരിമലയിൽ ആചാരം സംരക്ഷിക്കണമെന്ന് പിണറായി സർക്കാർ പറയുന്നു. കോടതി വിധി അങ്ങനെ അല്ലായിരുന്നു വരേണ്ടതെന്ന് പിണറായി സർക്കാർ പറയുന്നു.
ആ കോടതി വിധി തെറ്റാണെന്നുള്ള മട്ടിൽ പിണറായി സർക്കാർ കോടതിയിൽ ഒരു നോട്ട് കൊടുക്കുന്നു. എന്തായാലും NDA സർക്കാർ, കേന്ദ്രം ഭരിക്കുന്നവര്, കേന്ദ്ര സർക്കാർ ഈ കോടതി വിധി ശരിയല്ല എന്നും ഇതിങ്ങനെയല്ല വേണ്ടതെന്നും വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്നും പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. കാരണം BJP വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി സമരം ചെയ്തതാണ്. ആ BJPയുടെ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അവർക്കിത് പറയാം, ന്യായമാണല്ലോ. അതായത് സവർണ വർഗീയ ഫാസിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന BJPക്ക് മതം പറയാൻ മേലെ, മതാചാരത്തെ സപ്പോർട്ട് ചെയ്യാൻ മേലെ. പക്ഷെ സവർണവുമല്ലാത്ത, വർഗീയവുമല്ലാത്ത, ഫാസിസ്റ്റുമല്ലാത്ത CPMന്റെ ഗവൺമെന്റ് എന്തിനു ചെയ്യുന്നു? അതാണ് ഏറ്റവും വലിയ തമാശ. അപ്പോ അവിടെ ആചാരം സംരക്ഷിക്കാൻ വേണ്ടി CPM മുന്നിൽ നിൽക്കുക. ഇത് 2 വർഷത്തോളം, ഏതാണ്ട് 2 വർഷം കഴിഞ്ഞിട്ടില്ല. കോഴി 3 വട്ടം കൂവിയിട്ടില്ല എന്നർത്ഥം. 2 വർഷം കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ CPM കൃത്യമായിട്ട് ശബരിമല വിഷയത്തിൽ ആചാരം സംരക്ഷിക്കണം എന്നുള്ള നിലപാടുമായിട്ടുണ്ട്. ഇത് ഞാനന്നിങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എനിക്കറിയാം ഇവര് ശബരിമല ആചാരം സംരക്ഷിക്കുന്നത് പറഞ്ഞിട്ട് നാളെ നിലവിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോസ്റ്റ് ഇട്ടത്. അത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. അപ്പോൾ ആചാര സംരക്ഷകരായിട്ട് CPM മാറി എന്നുള്ളത്, ഞാൻ പറയുന്നത് ഇതൊരു മതസ്വാധീനമാണ്, അല്ലേ? ഒരു മതത്തിന്റെ വോട്ടുകൾ നഷ്ടപ്പെടുമ്പോൾ വേറൊരു മതത്തിന്റെ വോട്ടുകൾ സെക്യൂർ ചെയ്യാനുള്ള ശ്രമം, അത് മതസ്വാധീനമാണല്ലോ, അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ എടുത്ത നിലപാടെ ഉറച്ചു നിന്നാൽ പോരാ. അപ്പോൾ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയല്ല ചെയ്യണത്. 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ല എന്ന് പറഞ്ഞവരാണ്. 4 വോട്ടിന് വേണ്ടി മാറ്റില്ലായിരിക്കും, പക്ഷെ 40 ലക്ഷം വോട്ടുകൾക്ക് വേണ്ടി ചിലപ്പോൾ മാറ്റും. അല്ലെങ്കിൽ 1.5 കോടി വോട്ടുകൾ, അതിനകത്തൊരു 40 ലക്ഷം വോട്ടേലും മതസ്വാധീനമുള്ളത് ഉണ്ടാകുമല്ലോ, അപ്പം മാറ്റും. അപ്പോ അതാണ് അവസ്ഥ. മറുവശത്ത് നോക്കുകയാണെങ്കിൽ ക്രിസ്തീയ സമുദായത്തിന്റെ നോക്കുകയാണെങ്കിൽ ക്രിസ്തീയ സമുദായത്തിന് കുറച്ചു നാളായിട്ട് കുറച്ച് കൺസേൺസ് ഉണ്ട്. കാരണം UDFന്റെ LDFന്റെ ഭരണത്തിൽ അവരുടെ പ്രാമുഖ്യം നഷ്ടപ്പെട്ടു പോയൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. മുമ്പ് ക്രിസ്തീയ സമുദായത്തെ എപ്പോഴും ചേർത്ത് പിടിച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നൊരു വിഭാഗമാണ് UDF എന്ന് പറയുന്നത്. കേരള കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ സ്വാധീനമുള്ള രാഷ്ട്രീയം തന്നെയാണ്. അവര് ഉറച്ച് UDFന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉറപ്പുകൾ ഇപ്പം ഇല്ലാണ്ടായിട്ടുണ്ട്. ഉറച്ച് UDFന്റെ ഒപ്പം പോകാൻ കേരള കോൺഗ്രസും ഇല്ല, അവരെ ഉറച്ച് ചേർത്ത് പിടിക്കാൻ UDFും ഇല്ല. ഇങ്ങനത്തെ അവസ്ഥയായി. മാത്രമല്ല നിരവധി ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഒരു തോന്നൽ വന്നിട്ടുണ്ട്, എന്തുകൊണ്ട് NDA ആയിട്ടോ BJP ആയിട്ടോ ഒന്ന് അടുത്തുകൂടാ, നരേന്ദ്രമോദിയുടെ ഭരണം എന്താ തെറ്റ് എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ. അതിനിടയ്ക്ക് ഒരു ചെറിയ FCRI വിവാദമൊക്കെ ഉണ്ടായി. അതിന് വലിയ കാര്യമൊന്നുമില്ല. കാരണം പ്രതിഷേധിക്കുന്ന പൗരോഹിത്യം പറയുന്ന അനുസരിച്ചല്ല വിശ്വാസികൾ വോട്ട് ചെയ്യുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. വിശ്വാസികൾ സ്വന്തം നിലയ്ക്കാണ്. പൗരോഹിത്യം ഈ അടുത്തിടയ്ക്ക് BJP ആയിട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, BJP അങ്ങോട്ടും എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് രണ്ടും പൗരോഹിത്യത്തെ കണ്ടിട്ടല്ല, വിശ്വാസികളെ കണ്ടിട്ടാണ്. അതായത് വിശ്വാസികളുടെ വോട്ടേഴ്സ് ഓൾറെഡി നിലപാട് മാറ്റി തുടങ്ങി എന്നുള്ളതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണ് ക്രിസ്തീയ സമുദായത്തിലെ, ഇനി വിശ്വാസി ആയിക്കോട്ടെ അവിശ്വാസി ആയിക്കോട്ടെ, ക്രിസ്തീയ സമുദായത്തിൽ പിറന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ വോട്ടുകൾ എന്തുകൊണ്ട് NDAയിലേക്ക് തിരിഞ്ഞുകൂടാന്ന് ചിന്തിക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പം അതൊരു നമ്മൾ കാണുന്ന ഒരു പ്രകടമായ മാറ്റമാണ്. ഇതിനെ അടിയൊഴുക്കൊന്നും പറയാൻ പറ്റില്ല, ഇതൊരു മേലൊഴുക്ക് തന്നെയാണ്. അപ്പം പാലായിൽ ഷോൺ ജോർജിന് കിട്ടുന്ന വലിയ പിന്തുണ എന്ന് പറയുന്നതിനകത്ത് ഈ ഒരു ഫാക്ടർ, ഇതിനെ മതം എടുത്തു പറയാനല്ലേ, ഇത് ഒരു പക്ഷേ മതേതരമാണ്. കാരണം എന്ന് വെച്ചാൽ ജാതിമത ഭേദമന്യേ NDAയിലേക്ക് ഒരു ഒഴുക്കുണ്ട്, എന്നാൽ മതചർച്ചകൾ അതിന് കാരണമായിട്ട്, ഇതാണ് വാസ്തവം. അതായത് മതം കയറി ഇലക്ഷനെ സ്വാധീനിക്കുകയല്ല ചെയ്യുന്നത്. വർഗീയ ഫാസിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു കക്ഷിയിലേക്ക് ജാതിമത ഭേദമന്യേ ആൾക്കാർ ഒഴുകി ചെല്ലുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് മതപരമല്ല, മതേതരമാണ്. അങ്ങനെ അതിനെ വിളിക്കേണ്ടത്. എന്നാൽ സൈഡിൽ കൂടെ ധാരാളം മതചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോ ഇത്തവണ 2 മുന്നണികളും കൃത്യമായിട്ട് ഏതെല്ലാം പക്ഷത്തിനൊപ്പമാണ്, ആരൊക്കെയാണ് അവരുടെ കൂടെ ഉള്ളത് എന്നും അവരെത്രത്തോളം മതം പറയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഇവര് ഈ വർഗീയത എന്ന് പറയുന്ന, വർഗീയ പാർട്ടി എന്ന് പറയുന്ന BJP അങ്ങനെ പ്രത്യേകിച്ചൊരു കാര്യവും എടുത്തു പറയാതെയല്ലേ മുന്നോട്ട് പോകുന്നത്. BJPക്ക് എന്തെങ്കിലും മതത്തിൽ അവിടെ ഇടപെട്ട് പറയാനുണ്ടായിട്ടുണ്ടെങ്കിൽ അവര് BJP കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് പോളിസി ചർച്ചയാക്കിയ ശബരിമല വിഷയം മാത്രമേ ഉള്ളൂ. അതെ. അപ്പം വേറൊന്നും അവിടെ ചർച്ചയാക്കിയിട്ടില്ല. ആചാരം സംരക്ഷിക്കാൻ തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. ആചാര വിഷയങ്ങളിൽ കോടതിയുടെ ഇടപെടൽ ശരിയല്ല എന്നുള്ള BJPയുടെ വാദം, ആ വാദത്തിന് വളരെ പഴക്കമുണ്ട്. അയോധ്യ വിഷയത്തിൽ 1980-കളിൽ തൊട്ടിട്ട് BJP പറയുന്നത് വിശ്വാസികളുടെ വിഷയങ്ങളിൽ കോടതി ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ്. അന്നും പറയുന്നുണ്ട്. ആ നിലപാട് തന്നെ ഇന്നും ഉള്ളത്.
അതായത് ഒരു 30-40 വർഷമായിട്ട് ബി ജെ പിക്ക് ഒരു മാറ്റവും ഇല്ലാത്ത പോളിസിയാണ്. ആ പോളിസി തന്നെയാണ് ഇത് പറയുന്നത്. അത് മതമാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം, അല്ലെന്നും പറയാം. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബി ജെ പി പ്രകടനപത്രിക കൊടുത്ത വാഗ്ദാനങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരം ഇല്ലാണ്ട് പ്രകടനപത്രിക ഇറങ്ങില്ലല്ലോ. അപ്പം അത് അവിടെ നിലനിൽക്കുന്നത് തന്നെയാണ്. മുൻ ലോക്സഭാ ഇലക്ഷൻ, അതായത് കഴിഞ്ഞ 2 ലോക്സഭാ ഇലക്ഷൻ, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ ബി ജെ പി ഇറക്കിയ പ്രകടനപത്രികയിലുള്ള കാര്യം തന്നെയാണ് ശബരിമല വിഷയത്തിലെ നിലപാട്. അതിന് ബി ജെ പി ഇത്തവണ പിന്തുടരുകയാണ്. മാത്രമല്ല ക്ഷേത്രങ്ങളെയും മറ്റു ദേവാലയങ്ങളെയും രാഷ്ട്രീയ മുക്തമാക്കും എന്നൊരു നിലപാട് കൂടി ബി ജെ പിയുടെ പ്രകടനപത്രിക എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് രാഷ്ട്രീയ സ്വാധീനം ആവശ്യമില്ല. അവിടെ വിശ്വാസികളുടെ കാര്യത്തിൽ നിയമം ഇടപെടുകയും വേണ്ട, വിശ്വാസികളുടെയും ദേവാലയങ്ങളുടെ കാര്യത്തിൽ രാഷ്ട്രീയ ഇടപെടുകയും വേണ്ട എന്നൊരു കൃത്യമായ നിലപാട് ബി ജെ പി എടുത്തിട്ടുണ്ട്. അതൊരു നല്ല നിലപാടാണ്. അതൊരു മതേതര നിലപാടാണ്. വാസ്തവം പറഞ്ഞാൽ ദേവാലയങ്ങൾ രാഷ്ട്രീയേതരമാക്കുക, അഥവാ രാഷ്ട്രീയത്തെ മതേതരമായിട്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു നിലപാടാണത്. എന്നാൽ മറുവശത്ത് കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വോട്ട് ബാങ്കിന്റെ യൂണിഫിക്കേഷൻസ് ചിലർ ഉണ്ടാക്കാൻ ശ്രമിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ കൊടുത്തത്. കേരള രാഷ്ട്രീയത്തിൽ നടന്ന പ്രധാന മതചർച്ച തന്നെ അതായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി എങ്ങോട്ട് പോയി, ആർക്ക് പിന്തുണ കൊടുത്തു എന്നുള്ളത്. അത് UDF-ന്റെ അടുത്തേക്ക് പോയി, അവിടെ പിന്തുണ കൊടുത്തു. എന്നിട്ടോ വിവിധ മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് UDF-നെ പിന്തുണയ്ക്കെത്തി. അതിനിടയ്ക്ക് SDP സ്ഥാനാർത്ഥി അവർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, മഞ്ചേശ്വരത്ത് നിർത്തുന്നു. അത് കഴിഞ്ഞപ്പോൾ ബി ജെ പിക്കാരൻ ജയിക്കാതിരിക്കാൻ വേണ്ടി, മതവോട്ടുകൾ ഒരുമിക്കാൻ വേണ്ടി SDP-കാരൻ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു. ഇത് കേരളം മുഴുവൻ കണ്ടു, വൻ ചർച്ചയായി. അത് ശരിക്കും പറഞ്ഞാൽ കേരള മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള ചർച്ചയാണ്. കേരളത്തിന്റെ മതേതര മനസാക്ഷിക്ക് ചേരുന്നതാണോ ഇത്തരം പ്രവർത്തികൾ? മതം ഉപയോഗിച്ചാണോ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ജയിപ്പിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിലേക്ക് തന്നെ അവിടെ മതം ഉപയോഗിച്ച് ഒരാളെ തോൽപ്പിക്കാനും വേറൊരാളെ ജയിപ്പിക്കാനും തന്നെയാണ്. കംപ്ലീറ്റ് മതപരമാണ്. അപ്പോ അത് പച്ചയ്ക്ക് ഞങ്ങൾ മതം കാരണമാണെന്ന് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. അത് ഇലക്ഷൻ കമ്മീഷന്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് ആവശ്യത്തിന് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മതമാണ് പ്രശ്നം നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. കമ്മീഷന്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പേ പറഞ്ഞാൽ അത് വന്നതിന് ശേഷം പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്നേ ഉള്ളൂ. അത്രയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ സംഭവം ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയൊരു പ്രസ്താവന, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ കൊടുക്കുന്നതിനെ എതിർത്തുകൊണ്ട് LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. കാന്തപുരത്തിന്റെ പിന്തുണയെ മതപരമായ പിന്തുണയെന്നോ അല്ലാത്തതെന്നോ നമുക്ക് വിളിക്കാം. കാരണം കാന്തപുരത്തിന് വ്യക്തി എന്ന നിലയിൽ വേണം പിന്തുണയ്ക്കാം. അദ്ദേഹം ഒരു രജിസ്ട്രേഡ് സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളെന്നുള്ളതിലേക്കും അദ്ദേഹത്തിന് രാഷ്ട്രീയ മുന്നേ പിന്തുണയ്ക്കാൻ അവകാശമുണ്ട്. ഏറ്റവും രസം എന്നാന്ന് എനിക്ക് തോന്നിയത്, ആ നിലപാടിൽ വാസ്തവത്തിൽ ഒരു മതസ്വഭാവം കുറവാണ്. കാരണം എന്താ വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി തീർത്തും വർഗീയമായ ഒരു സ്വഭാവമുള്ള, രാഷ്ട്രവിരുദ്ധ സ്വഭാവമുള്ള ഒരു സംഘടനയാണ്. അതിനൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നാ പറയുന്നത്. എനിക്ക് ആ പോയിന്റിനോട് ബഹുമാനം തോന്നുന്നുണ്ട്. മതപരമായ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളെ ഇടതുമുന്നണിക്ക് പിന്തുണ കൊടുക്കുമ്പോൾ പോലും ആ എടുത്ത നിലപാടിനോട് ബഹുമാനം തോന്നുന്നുണ്ട്. കാരണം മതരാഷ്ട്രവാദത്തിന്റെ വക്താക്കളായിട്ട് ജനമതത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന് കാന്തപുരം പറയും. ഈ ചർച്ചയും മതത്തിന്റെ സ്വാധീനം തന്നെയാണ്, ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല, നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു മതചർച്ചയാണ്. അതിൽ തന്നെ ഉണ്ടായ ഭിന്നിപ്പുകൾ, അതായത് കുറഞ്ഞ മതവാദവും കൂടിയ മതവാദവും തമ്മിലുള്ള ഒരു ഭിന്നത അവിടെ കാണുന്നത്. അത് കൂടിയ മതവാദം മതരാഷ്ട്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ വേറൊരാൾ എതിർക്കുന്നു, അതിന്റെ ആവശ്യമില്ല എന്ന് പറയും. ജമാഅത്തെ ഇസ്ലാമി പലതരത്തിലുള്ള അപകടങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള സംഘടനയായിട്ടാണ് മറ്റു പലരും വെച്ചിരുന്നത്. പല രാഷ്ട്രീയക്കാരും വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്, പല മതസംഘടനകളും വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അടിസ്ഥാനപരമായിട്ട് അവർക്ക് മതരാഷ്ട്രവാദം ഉണ്ടെന്ന് അനവധി പേർ വിശ്വസിക്കുന്നു. അത്തരൊരു സംഘടനയോടൊപ്പം കൂടാൻ തയ്യാറില്ല. പക്ഷേ UDF അത്തരൊരു സംഘടനയാണ് കൂടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നുള്ള 3 പ്രമുഖ മതങ്ങളുടെ ആളുകളുടെ നിലപാട് നോക്കുമ്പോൾ LDF കഴിയുന്നത് ശ്രമിക്കുന്നത് ഹിന്ദു വോട്ടുകളെ അപ്പീസ് ചെയ്യാനാണ്. അതിനുള്ള കുറേയധികം ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കൊടുത്ത സത്യവാങ്മൂലത്തിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമല്ല കഴിഞ്ഞ ആഴ്ച മറ്റാണ് ലാസ്റ്റ് കഴിഞ്ഞ ഒരു മാസത്തിനകത്താണല്ലോ 9-അംഗ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച് ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ള വാദം കേൾക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ അതിനുശേഷം സംസ്ഥാന സർക്കാർ നിലപാടെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആ നിലപാട് ആചാര സംരക്ഷണമായിട്ട് ഒത്തുപോകുന്നതാണ് എന്ന് പറയുമ്പോൾ ഇടതുമുന്നണിയുടെ ആ നിലപാടിനെ മതം സ്വാധീനിച്ചിരിക്കുന്നു എന്ന് വേണം പറയാം. BJPയുടെ പ്രത്യേക സ്വാധീനം എന്ന് പറയാനല്ല, BJP നേരത്തെ തന്നെ എടുത്തേക്കുന്ന നിലപാട് വിശ്വാസികൾക്കൊപ്പം ആചാരത്തിനൊപ്പം എന്ന് തന്നെയാണ്. UDF ആകുമ്പം ഇതുപോലെ തന്നെ ഇടതുമുന്നണി ആചാരവിരുദ്ധമായിട്ട് പെരുമാറിയുകൊണ്ട് ഞങ്ങൾ ആചാരത്തിനൊപ്പമാണ് അവർ നേരത്തെ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിനിടയ്ക്ക്
കഴിയുന്നതും പല ഹിന്ദു സംഘടനകളുമായിട്ട് ഒത്തുപോകാനാണ് ഇടതുമുന്നണി ശ്രമിച്ചത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷത്തിനകത്ത് 1.25 വർഷമെങ്കിലും അവർ ആ പണിയെടുത്തിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ NSSനെ ഒരു ഘട്ടത്തിൽ NSSന്റെ പിന്തുണ അവർക്ക് കിട്ടി. പഞ്ചായത്ത് ഇലക്ഷൻ മുമ്പ് NSSന്റെ തലപ്പത്തുള്ള ആള് ഇടതുമുന്നണി അനുകൂലി സംസാരിച്ചത് ശ്രദ്ധേയമായിരുന്നു. SNDPയുടെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള ഓപ്പൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റു പല സംഘടനകളും മിണ്ടിയിട്ടില്ല. പക്ഷെ കഴിയുന്ന ഈ സംഘടനകളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ CPM നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായിരിക്കും അല്ല എന്ന് പറയാൻ പറ്റില്ല. അവരതിന് ഞാനിതെല്ലാം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ CPM എന്തെങ്കിലും മഹനീയകൃത്യം ചെയ്തെന്നല്ല ഈ പറയുന്നത്. അവർ ഹിന്ദു അപ്പീസ്മെന്റിന് വേണ്ടി ശ്രമിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ഹിന്ദുത്വ ക്ഷീണിപ്പിക്കാനുള്ള ശ്രമം അവിടെ ഉണ്ടായി കാണണം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് എനിക്ക് വ്യാഖ്യാനിക്കാൻ തോന്നുന്നു എന്നാണ് ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം. മുസ്ലിം വോട്ടുകളുടെ കാര്യത്തിലാണെങ്കിൽ ഇടതും വലതും മുന്നണികൾ അഥവാ UDF LDF മുസ്ലിം വോട്ടുകളെ കൂടെ കൂട്ടാനാണ് ശ്രമിച്ചിരുന്നത്. അക്കാര്യത്തിൽ LDF കുറേയൊക്കെ പരാജയപ്പെട്ടു, UDF വിജയിച്ചു. ഒരു മുസ്ലിം ഭൂരിപക്ഷ യൂണിഫിക്കേഷൻ ഐക്യം UDFന് അനുകൂലമായിട്ട് ഉണ്ടാക്കുന്നതിൽ അവര് ഏറ്റവും ഉപരിതലത്തിലെങ്കിലും വിജയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ കാന്തപുരത്തിന്റെ നിലപാട് അവർക്ക് എതിരായിട്ടുണ്ട് എന്നും കാണാം. ഇതൊക്കെ ഇലക്ഷനിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ സ്വാധീനിക്കപ്പെടും എന്ന് ചോദിച്ചാൽ ഓരോ മതസംഘടനകൾക്കും അവരുടേതായിട്ടുള്ള സ്വാധീനങ്ങൾ ഓരോരോ മണ്ഡലങ്ങളിലുണ്ട്. അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അത് ആരെയൊക്കെ എങ്ങനെയൊക്കെ പിന്തുണയ്ക്കും എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് കാന്തപുരത്തിന്റെ നിലപാടുകൂടി മുസ്ലിം വോട്ടുകൾ ഐക്യത്തോടെ UDFിൽ പോകുന്നത് തടസ്സപ്പെട്ടിരിക്കുന്നു എന്നും അത് ഭിന്നിക്കപ്പെട്ടു എന്നുമാണ് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞ 40 ലക്ഷം വോട്ട് ഏതാണ്ട് LDFന് കിട്ടുന്ന പറഞ്ഞല്ലേ? LDFന് കിട്ടുന്നല്ലോ പറഞ്ഞേ, അവരതിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നല്ലോ പറഞ്ഞു. കിട്ടുന്നല്ലോ മീനിങ്, അവരതിനെ സ്വാധീനിക്കാൻ ശ്രമിക്കും. അത്രയും വിശ്വാസികളില്ലേ? വോട്ടേഴ്സ് ആയിട്ട് തന്നെ അത്രയും വിശ്വാസികളുണ്ടാവും. അതിൽ കൂടുതലുണ്ട് യഥാർത്ഥത്തിൽ. പക്ഷെ 4 വോട്ട് എന്നുള്ളതിന്റെ കൂടെ ആലങ്കാരികതയിലാണ് ഞാൻ 40 ലക്ഷം എന്ന് പറയുന്നത്. അതിൽ കൂടുതലുണ്ടാവും. അതിനെ അത്രയും വോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അവർ നിലപാടുകളെ മാറ്റും. മാറ്റാതെ പറ്റില്ല, അല്ലെങ്കിൽ അധികാരം കിട്ടില്ല. അതായിരിക്കും അവർ ഭയക്കുന്നത്. അങ്ങനത്തെ അവസ്ഥയായിരിക്കും അവർ ഭയക്കുന്നത്. അതുകൊണ്ട് നിലപാടുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തീയ വോട്ടുകൾ ആരും തന്നെ പ്രത്യേകിച്ച് ഒരു സംഘടനയുടെ ഒപ്പമോ ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒപ്പമോ പറഞ്ഞിട്ടില്ല. പക്ഷെ പൊതുവായി ക്രിസ്തീയ സമൂഹത്തിന്റെ മാറ്റം വന്നിട്ടുണ്ട്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർ മുൻകാലത്ത് പരമ്പരാഗതമായിട്ട് പിന്തുണച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മാറിയിട്ട് ചിന്തിക്കാൻ അവർക്ക് തോന്നുന്നുണ്ട്. അത് NDAക്ക് അനുകൂലമാവുന്ന രീതിയുണ്ട്. അത് മതം പറഞ്ഞിട്ടോ മതം പ്രസംഗിച്ചിട്ടോ ഒന്നുമല്ല. മതവിശ്വാസിയായിട്ടുള്ള അനേകം വോട്ടേഴ്സിന്റെ, മതവിശ്വാസം അല്ലാത്തവരുമായിട്ടുള്ള അനേകം വോട്ടേഴ്സിന്റെ, ക്രിസ്ത്യ സമുദായത്തിൽ തന്നെ പെട്ട അനേകം പേരുടെ ചിന്താഗതിയിൽ വന്നൊരു മാറ്റമാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ മത സ്വാധീനങ്ങളായിട്ടും മത ചർച്ചകളായിട്ടും എനിക്ക് തോന്നുന്നത്. അതേസമയം ജാതി ചർച്ചകൾ എന്നുള്ള കാര്യമായിട്ട് വന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെയോ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെയോ ജാതി വെച്ചിട്ടുള്ള ചർച്ചകൾ വന്നിട്ടില്ല. മതചർച്ചകൾ സ്ഥിരം നടക്കുന്നുണ്ട്, മുമ്പുണ്ട് ഇപ്പോഴും ഉണ്ട്. ജാതി ചർച്ചകളൊക്കെ പണ്ടൊക്കെ വരുമായിരുന്നു, പക്ഷെ ഇപ്പൊ എന്തായാലും അങ്ങനെ ഒന്നും കാണുന്നില്ല. എന്നാൽ ഹിന്ദുക്കളുടെ കൺസേൺസിനെ പലരും തന്നെ ഒരുപക്ഷെ 3 മുന്നണികളും അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ശബരിമല എന്നുള്ള വിഷയത്തിലാണ് പൊതുവായിട്ട് കാണുന്നതെന്ന് പറയാം. അതിൽ ഇടതുമുന്നണിക്ക് നയം മാറ്റേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായൊരു മാറ്റം ഈ ഇലക്ഷനിലെ നിലപാടുകളിൽ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നറിയണമെങ്കിൽ നമുക്ക് നാളെ വോട്ടിംഗ് കഴിയണം, ഇലക്ഷൻ റിസൾട്ട് വരണം. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം.